അപ്പോൾ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഒരു 3 ദിവസം ഡിലേ വന്നു, സോറി ഗൈസ്. അത് വേറൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ 3 ദിവസത്തിനുള്ളിൽ നമ്മളെ ലൈഫിൽ നടന്നതെന്ന് പറയാം. അപ്പോൾ അത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിട്ടോ നടന്നത്. അതാണ് 3 ദിവസം ഡിലേ വന്നത്. വേറൊന്നുമല്ല, നമ്മൾ പുതിയ അതിന് പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞിരുന്നു ഈ ക്യാമറ ക്വാളിറ്റി മാറ്റണം, സൗണ്ട് ക്വാളിറ്റി വേണം, നല്ല 4K റെസൊല്യൂഷനിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റണം. അതൊക്കെ അന്നത്തെ ഒരു ബിഗ് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് അതിന് പറ്റിയൊരു സാധനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനിയുള്ള വ്ളോഗ്സൊക്കെ അങ്ങോട്ട് പണ്ട് ട്രൈപോഡിൻ്റെ ഇത് വിട്ട മാതിരി തന്നെ ഇനിയുള്ള വ്ളോഗ്സൊക്കെ അങ്ങോട്ട് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകും. ചലഞ്ചസ് ആയിട്ടും എല്ലാം ഇപ്പം നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ ചാനൽ മറക്കാതെ സബ് ചെയ്ത് വെച്ചോളി. അപ്പോൾ ഞാൻ നേരെ ദീർഘിപ്പിക്കണമൊന്നുമില്ല, നേരെ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാം. അപ്പോൾ സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞാലോ, കഴിഞ്ഞ ഒരു Q&A വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് റോഡായതുകൊണ്ട് ആൾക്കാർ പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുതിയ ഫോൺ എടുത്ത്, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോൺ എടുക്കുന്നത്. കുറേ ആഗ്രഹിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, റിവ്യൂ ചെയ്ത് തരാം. സാധനം കത്തിണ്ടാവുമല്ലോ. ഞാൻ എടുത്തിരിക്കുന്നത് ഐഫോണിൻ്റെ 17 കേട്ടോ. അപ്പോൾ ഐഫോണിൻ്റെ 17 എടുത്തിരിക്കുന്നത്. തല കുത്തുന്നില്ല, സോറി. ഐഫോണിൻ്റെ 17 എടുത്തിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തുകൊണ്ട് ഞാൻ ആകെ ഞെട്ടിന്ന് തന്നെ പറയാം. ഐഫോൺ ആ കാറ്റഗറിക്ക് നമ്മൾ പോവാത്തതാണ്. ലുലുവിലൊക്കെ കയറി വരുമ്പോൾ ഐഫോണൊക്കെ ഇങ്ങനെ എടുത്തു നോക്കും, നമുക്കൊരു ദിവസം അത് എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരിതിൽ ഐഫോണൊക്കെ ഇങ്ങനെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ബട്ട് അതാ ഇപ്പോൾ നമ്മളെ കയ്യിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ആരും കാണരുത്, അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അൺബോക്സിങ് വീഡിയോ ആയിട്ട് ആരും കാണണ്ട. ഇത് വാങ്ങിച്ചത് മിഞ്ഞാന്നായിരുന്നു ഇതിൻ്റെ വാങ്ങിച്ചത് ഇവിടെ പരപ്പനാടി നന്ദിലത്ത് ജിമാർട്ടിൽ നിന്ന് വാങ്ങിച്ച് അപ്പം തന്നെ അത് അൺബോക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അതിൻ്റെ അത് കിട്ടി എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല, ഒന്നും എടുത്തില്ല, ഒരു ഫുട്ടേജ് പോലും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫോൺ ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാക്കിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചാർജർ വരുന്നുണ്ട്. ആ കട്ട ഇല്ല കേട്ടോ, കേബിൾ മാത്രമേ വരുന്നത്. ഈ സാധനം ആയിരുന്നു കേട്ടോ ഞാൻ ഐഫോണിൽ നിന്ന് ഇങ്ങനെ തുറന്നെത്തിയിരുന്നത്. പിന്നെ നമുക്ക് സിം ഇടാനുള്ള ആ സിമ്മിൻ്റെ സ്ലോട്ട് അയക്കാനുള്ളൊരു പിന്ന് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വരുന്നു കേട്ടോ ഫോണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടൊന്നുമില്ല, ഇവിടെ ഇരുന്ന ആ ചാർജറിൻ്റെ കേബിളും കാര്യങ്ങളും വന്ന് ഞാൻ നേരെ ഇനി 4K വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോൺ കാണിച്ചു തരാം. ഫോൺ ഇത് ഞാൻ ഇപ്പോൾ അവിടെ വെച്ചിട്ട് ആണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പം ദീർഘിപ്പിക്കണില്ല, ഫോൺ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരുവിധം എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു, ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ടാണ് ഫോണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സുഖം കഴിച്ചു, കാരണം കുറേ കാലത്തിന് ശേഷമാണ് കിട്ടുന്നത്. എത്രയോ കാലം പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്നിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നേരെ. അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടോ, അപ്പോൾ ഇതിന് സീനാക്കി. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ബാക്ക് ഭയങ്കര രസട്ടോ. ഞാൻ വൈറ്റാട്ടോ എടുത്തത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, വൈറ്റിനോട് കുറച്ച് ഇഷ്ടം തോന്നി, അങ്ങനെ വൈറ്റ് എടുത്ത്. കണ്ടല്ലോ ഈ ആ വൈറ്റിൽ ആപ്പിളിൻ്റെ ലോഗോ കാണണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ കൊടുന്നപ്പോൾ തന്നെ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ബ്ലിങ്കിൽ. അത് ഫേസ് ഐ ഡി കേട്ടോ. ഞാൻ തന്നെയാണോ അത് ഓപ്പൺ ആക്കണമെന്ന് കാണിച്ചാൽ. ആദ്യമായിട്ട് iOS ഉപയോഗിക്കണം ഞാനാട്ടോ. ആൻഡ്രോയിഡിൽ നിന്ന് മാറി iOSലേക്ക് മാറിയ ഞാനാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ തപ്പിപ്പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ആൻഡ്രോയിഡിൽ നിന്ന് iOSക്ക് ചാടിയപ്പോഴേ ഒരു തപ്പിപ്പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് യൂസ് ചെയ്ത് വരുള്ളൂ. കയ്യിൽ ഇതിങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ കഴിച്ചു. കാരണം ഇത്രയും കാലം നല്ലൊരു ക്യാമറ ഇല്ലാതെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമെങ്കിൽ നല്ലൊരു ക്യാമറ നമ്മളെ കയ്യിൽ കിട്ടാനില്ല. ലുലുവിലൊക്കെ കയറി നോക്കുമ്പോൾ അതിൽ ഐഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിന് ടെസ്റ്റ് അതിങ്ങനെ തോണ്ടി നമുക്ക് ഇതൊരു കാലം വരും, വാങ്ങാൻ ഒരു കാലം വരും എന്നുള്ളൊരു ഇതിൽ നിൽക്കും. ഇതൊക്കെ ഞാൻ എത്ര വട്ടം സ്ക്രോൾ ചെയ്താണെന്നറിയാം ലുലു കയറിയിട്ട്. അപ്പോൾ ഇതിനൊരു കാലം വരും എന്ന് വിചാരിച്ച് ഇപ്പോൾ അത് കാലം വന്നിരിക്കുന്നു. അയ്യോ, കയ്യിലിങ്ങനെ കിട്ടിയിരിക്കുമ്പോഴേ ഞാൻ ഇവിടെ ബ്ലറാട്ടോ, അത് വേറെ ഒന്നല്ല. ഞാൻ മുൻപത്ത് എൻ്റെ ഫോട്ടോ എടുത്തോളൂ.
ഉണ്ടല്ലേ മുൻഭാഗത്ത് എൻ്റെ ഫോട്ടോ എടുത്തോണ്ട് ഫേസ് ഐ ഡി വേണം കേട്ടോ. പാസ്വേഡ് എൻ്റെ ഫേസ് ഐ ഡി ഇല്ലാത്തതുകൊണ്ട് പാസ്വേഡാണ് കിടക്കുന്നത് ഗൈസ്. അപ്പോൾ ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ ഓപ്പണായി. അപ്പോൾ ഞാൻ കുറച്ച് ഫോണിൻ്റെ ഇത് റിവ്യൂ ആയിട്ടൊന്നും കാണരുത്. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ റിവ്യൂ ആയിട്ട് ആരും കാണണ്ട. ഞാനൊരു ഫോൺ എടുത്തതെന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ക്യാമറ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഈ ക്യാമറ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്യാമറ എടുത്തപ്പോൾ നമ്മൾ നല്ല ഉഷാറോടെ തന്നെ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അത് ഇവിടെ ഇല്ലായിരുന്നു, അവിടെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് പോട്ടോ. ഫോണും കാര്യങ്ങളും ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം വിചാരിച്ചാൽ. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ടായിട്ട് കിട്ടും. ഇത് ഫേസ് ഐ ഡീൻ്റെ ഇതാട്ടോ, ഇതിൻ്റെ ഫേസ് തന്നെ ആണോ എന്നുള്ളത് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം നേരെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ 4K കൂടി കാണിച്ചു തന്നിട്ട് നിർത്താട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് നിർത്താം. അടിപൊളി ക്വാളിറ്റി ആട്ടോ. ഇനി നമ്മൾ പെട്ടെന്നാവും സ്വിച്ച് ആവല് മറ്റേ ക്യാമറയ്ക്ക്. ഓക്കെ, അപ്പോൾ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കുറച്ച് ഞാൻ ഇപ്പോൾ രാവിലെ നീച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ കൊലകെട്ടിലൊക്കെ ഉണ്ട്. അതുമല്ല മാത്രമല്ല, ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നലെ ഇവിടെ കളി കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ അറിയാലോ 2:30 കളി കാണാൻ പോയിന്. ഇപ്പോൾ രാവിലെ അവിടെ എത്തണുള്ളൂ. അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർക്കസ്ട്രകളും എല്ലാം ബാധിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ വീഡിയോ ആയിട്ട് വരും കേട്ടോ. കാരണം 2 ദിവസമായി ഡിലേ ആക്കിയിട്ട്. നമ്മൾ ഷോർട്സ് കിട്ടുന്നുണ്ടെങ്കിലും ഫുൾ വീഡിയോ 2 ദിവസമായി. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും മൈക്ക് ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രീതിക്ക് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല ചാലഞ്ചസ് ഇനിയും വരുന്നതാണ്. മസ്റ്റായിട്ട് ചാനൽ സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോലങ്കടലൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അയ്യോ, അപ്പോൾ ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അത് മാത്രമല്ല, ഫോൺ മാത്രമല്ല എടുത്തിരിക്കുന്നത്, നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരാം. ഞാൻ ഒരു സോണീൻ്റെ ഹോം തിയേറ്റർ ഉള്ളിലുണ്ട് കേട്ടോ. 15,000 ഹോം തിയേറ്റർ എടുത്തിട്ടുണ്ട്. അതും നന്ദിലത്ത്. ഈ ഫോൺ എടുത്തത് നന്ദിലത്ത് ജിമാർട്ടിന്ന്. അപ്പോൾ 15,000 ഹോം തിയേറ്ററും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഉള്ളിലുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ സൈഡിൽ കൊടുക്കാം. പിന്നെ അതേമാതിരി ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, ഒരു ബൈക്ക്. അത് സെക്കൻഡാണ്, ബട്ട് നല്ല സ്മൂത്താട്ടോ ഓടിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി പെട്ടെന്ന് ലൈസൻസ് എടുക്കണം. ഞാൻ ഓടിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും വേണമെങ്കിൽ ഞാൻ ആ ബൈക്കായിട്ട് ഫുള്ള് എൻ്റെ അടുക്ക ലൈസൻസ് ഇല്ലാതെ കൈസ് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഓടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റി ചെയ്ത് മാത്രമേ ഞാനുള്ളൂ. അതിലേക്ക് മനസ്സിലായി വണ്ടി സ്മൂത്ത് ഉണ്ട്, ഇത് വേറെ ഒന്നിനും പറ്റില്ല. അപ്പോൾ ലൈസൻസും കാര്യങ്ങളും പെട്ടെന്ന് എടുക്കണം. അതിൻ്റെ ശേഷം വേണം പല സ്ഥലത്ത് ട്രിപ്പ് പോകാൻ. അപ്പോൾ വണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഹോം തിയേറ്ററിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ സൈഡ് കൊടുക്കുക. കാരണം ഉള്ളിൽ കിടന്നുറങ്ങുന്ന കാര്യം പിന്നെ ഫുള്ള് അലമ്പാണ്. അതാണ്. അപ്പോൾ ഞാൻ കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. വണ്ടി മാത്രമല്ല, എൻ്റെ ഓനൊരു പുതിയ സൈക്കിൾ ഇറക്കിട്ടോ. സീന സൈക്കിൾ റേഡിയൻറ്റിൻ്റെയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് ഇതാട്ടോ. ഇതാണ് വണ്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സൈക്കിൾ എങ്ങനെ ഉണ്ടോ? അവനെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാട്ടോ. റേഡിയൻറ്റിൻ്റെ ഇതൊക്കെ ഗൈസ്, ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ. ഞാൻ കൈ വെച്ചപ്പോൾ ബാക്ക് ഫുള്ള് ബ്ലറായത്, അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് റേഡിയൻറ്റിൻ്റെ സൈക്കിളാണ് എടുത്തത്. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ആ മഞ്ഞ് കറുപ്പും കൂടി ഫീൽ ചെയ്തപ്പോൾ ഗ്രേ കളറും. അതിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് TVSൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. സെക്കൻഡാണ്, ഉണ്ടാവുമല്ലോ. TVSൻ്റെ ഒരു വണ്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ഓടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ലൈസൻസ് ഇല്ല കേസ്. നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി തട്ടി കഴിഞ്ഞാൽ, അതെല്ലാം ഓടിച്ചിട്ട് പൊക്കി കഴിഞ്ഞാൽ ഏകദേശം 25 വയസ്സ് ചെയ്യാതെ ലൈസൻസ് എനിക്ക് കിട്ടൂല. ഞാൻ 18 വയസ്സ് വരെ കാത്ത് നിൽക്കാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പോഴാണ് ഇനി 25 വയസ്സും കൂടി കേസ്. അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കില്ല. ഇനിയിപ്പോൾ എന്തായാലും ലൈസൻസിന് അപ്ലൈ ചെയ്യണം. 18 ആയിട്ടുണ്ട്. അപ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നല്ല നല്ല റീൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി അഭിനവശ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഈ കുട്ടി വീഡിയോ അത്രേ ഉള്ളൂ. ക്യാമറ എങ്ങനെ ഉണ്ടെന്ന്, ക്യാമറ ക്വാളിറ്റി, വോയിസ് ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് മറക്കല്ലേ.